വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവ്. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ചു വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. ചാബല്യങ്ങൾക്ക് വിധേയനാണ് മനുഷ്യനെന്ന തിരിച്ചറിവാണ് അവനുണ്ടാകേണ്ടത്. വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നല്ല ഈ സുവിശേഷ ഭാഗം എന്ന് നമുക്ക് ഗ്രഹിക്കാം. അതിന്റെ പൊതു സന്ദേശമാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതാണ് അർത്ഥപൂർണവും കൂടുതൽ പ്രസക്തവുമായി തീരുക. മനുഷ്യൻ ബലഹീനനാണെന്നും ചാബല്യങ്ങൾക്കും തെറ്റുകൾക്കും വിധേയനാണ് അവനെന്നും മനുഷ്യൻ ധരിക്കണം. ഈ ധാരണയുടെ തിരിച്ചറിവിന്റെ അഭാവം മൂലമായിരിക്കണം പത്രോസിന് സംഭവിച്ച തെറ്റുപോലും. പത്രോസ് തന്റെ ഗുരുവിനോട് എന്തു തന്നെ വന്നാലും ഗുരുവിനെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു എന്നുവരികിലും മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്റെ വാക്കുകൾ പാലിക്കാൻ പത്രോസിനായില്ല. പത്രോസിന്റെ ബലഹീനതയ്ക്ക് വിധേയനാകേണ്ടി വന്നു. പക്ഷെ അത്തരം ബലഹീനതകൾക്ക് വിധേയനാണ് താൻ എന്നുള്ള ധാരണ പത്രോസിന് അതിനു മുമ്പുണ്ടായിരുന്നില്ല. ഇതുപോലെ മനുഷ്യനാണെങ്കിൽ മാനുഷികമായ ചാബല്യങ്ങൾക്കും ബലഹീനതകൾക്കും വിധേയനാണ് മനുഷ്യൻ എന്ന ധാരണയാണ് മനുഷ്യനെ ആദ്യമായിട്ടുണ്ടാകേണ്ടത്. ഈ ചാബല്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ചില തിരിച്ചറിവിന്റെയും ദൈവികമായ പ്രേരണയുടെയും ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചില ഉൾക്കാഴ്ചകൾക്ക് വിധേയമായി മനുഷ്യൻ തെറ്റിതിരുത്താൻ ഇടവരാം. തനിക്ക് അബദ്ധം പറ്റിയെന്ന് പത്രോസിനെ പോലെ തന്നെ മനസ്സിലാക്കാൻ മനുഷ്യനും ഇടവരാം. അങ്ങനെ അവൻ മാനസാന്തരപ്പെട്ട് ഒരു നവീകരണ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവസരത്തിലും അവൻ മറക്കാനിടവരരുത്, താൻ മനുഷ്യനാണ്, മാനുഷികമായ കൽപ്പക്ഷയങ്ങൾ തന്നോടുകൂടെ അപ്പോഴുമുണ്ട് എന്ന യാഥാർത്ഥ്യം മറക്കാതെ ആ മനുഷ്യൻ ജീവിക്കാൻ ഇടവന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രലോഭനങ്ങൾ ആ മനുഷ്യനെ അഭിമുഖീകരിക്കാൻ ഇടവരുമ്പോൾ മനുഷ്യൻ കൂടുതൽ ദയനീയമായിട്ട് പരാജയപ്പെടാൻ ഇടവരാം എന്ന് യേശു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് എപ്പോഴും കരുതലോടുകൂടെ ദൈവാശ്രയ ബോധത്തിൽ ആഴത്തിലുള്ള വളർച്ച ഉറപ്പാക്കിക്കൊണ്ട് വിവേകത്തോടും തിരിച്ചറിവോടും കൂടെ മനുഷ്യൻ ജീവിക്കാനിടവരിക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്, മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന ഒരു സന്ദേശം യേശു തന്റെ അനുയായികൾക്ക് നൽകുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കരുതുന്നതിൽ തെറ്റില്ല.